എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ഇന്നൊരു അടിപൊളി ഉഴുന്ന് വട ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഒരു കപ്പ് ഉഴുന്ന് ഒരു 4 മണിക്കൂർ മുന്നേ പുതിർത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതിൻ്റെ ഒരു നകക്കിയ വെള്ളം ഒഴിക്കാവൂ കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ച് പുതിർക്കാൻ പാടില്ല. കാരണം അതിൽ ആ വെള്ളം അധികം വെള്ളം ചേർക്കാണ്ട് നമുക്കിത് അരക്കണ്ട. പിന്നെ ആ പുതിർത്ത വെള്ളം നമ്മൾ വെറുതെ മറിച്ച് കളയേണ്ടി വരും. പിന്നെ അതിനൊരു ടേബിൾ സ്പൂൺ പച്ചരിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും രണ്ടും കൂട്ടി അരച്ചാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും വട. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സിയിലിട്ട് കൊടുക്കാം. കുറച്ചാണേ വെള്ളം ഒഴിക്കാവൂ. അനാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെറും വെള്ളം പോലെ ആയിപ്പോൾ. വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിൽ കുതിർന്ന വെള്ളം തന്നെ ഉണ്ടാവും. അരിയെ നല്ലോണം അരച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതപ്പോൾ ഇത് നമുക്ക് ലേശം ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് നോക്കാം. നല്ലോണം അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കും ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് ഇത് പൊടിയായി അരിഞ്ഞത്. ഒരു 1/4 കപ്പ് ഉണ്ടാവും. 1/4 കപ്പിൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ ഒരു വലിയുള്ളി പൊടിയായി അരിഞ്ഞത് അതായത് ചേർത്തത്. പിന്നെ ഒരു പച്ചമുളക് കുഞ്ഞുങ്ങളുള്ളവർ ശ്രദ്ധിച്ചിട്ടിട്ടോളിനെ. കുറച്ച് കറിവേപ്പില അത് കൈ കൊണ്ട് നുള്ളി പറിച്ചാണെങ്കിലും കിട്ടിയേക്കാം. നല്ലൊരു മണം വരും അതിന്. പിന്നെ കുരുമുളക് പൊടിച്ച് ചേർക്കുന്ന നല്ല കുഞ്ഞുങ്ങളുള്ളവർക്ക്. ഞാനിത് പടായിപ്പോൾ ഇടുന്നത് ഞാൻ പൊതുവേ പൊടിച്ചിട്ടാണ് ചേർക്കുക. എന്നാൽ എൻ്റെ പിള്ളേർ നുള്ളി എല്ലാം പെറുക്കി നുള്ളി വെച്ച്. കറിവേപ്പില എനിക്കിഷ്ടമാണ് കുറേ ചേർക്കുക. നിങ്ങൾ 1-2 തണ്ട് എടുത്തോളി. ഇനി അതല്ല കുറച്ചുകൂടി വേണമെന്നെങ്കിൽ അങ്ങനെ എടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. എണ്ണ ചൂടാകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മാവ് ഒരു കയ്യിലെടുത്ത് ഇങ്ങനെ ഓട്ടയൊന്നും വരുത്തണമെന്നില്ല. നമ്മൾ വീഡിയോ കാണുന്ന ഓട്ട ഉള്ളത് നമ്മൾ വിചാരിക്കും ഈ ഓട്ട ഇല്ലേ ഇത് ശരിയാവില്ലുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇതെന്തെന്ന് ആരെയും ബോധ്യപ്പെടുത്തണോ? അങ്ങ് ഉണ്ടാക്കി അങ്ങ് തിന്നുകൂടാന്നല്ലാണ്ട്. അപ്പോൾ ഇത് നല്ലോണം എണ്ണയിൽ നല്ലോണം ഇങ്ങനെ കുമ്പളയായിട്ട് വരും. അത് കുറച്ച് നേരം കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ തിരിച്ചിടാം. ഏകദേശം ചുവന്ന് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് തിരിച്ചിടാം. പിന്നെ ഒന്നും കൂടി തിരിച്ചിടുക. നല്ലോണം തിരിച്ചിട്ടിട്ട് നല്ലോണം കുമ്പള വരുന്നത് നിന്നാൽ അറിയാം ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പാകം. നല്ല ചുവപ്പ് നിറത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊട്ടുമ്പോൾ എന്താ വെച്ചാന്ന് നല്ല ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് തേങ്ങാ ചട്നി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.